ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ കട്ടിങ് വീഡിയോ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ നല്ല വശം ചേർത്ത് ഇതേപോലെ വെച്ച് നമ്മളൊരു പിന്ന് വെച്ച് നീളത്തിന് എങ്ങനെയാണ് അടിച്ചെടുക്കാനുള്ളത്. നമ്മൾ ഇങ്ങനെ പിന്ന് വെച്ച് ആദ്യമേ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റിച്ചിങ്ങിന് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല വശം ഏത്, അല്ലാത്ത വശം ഏത്, താഴത്തെ ഭാഗം ഏത്, മേളത്തെ ഭാഗം ഏത്, എല്ലാം കൺഫ്യൂഷനായി പോകും. കാരണം ഇടയ്ക്ക് ബട്ടൺസും കൂടെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ആദ്യമേ പിന്നുകുത്തി കറക്റ്റ് വശങ്ങൾ നോക്കി ശ്രദ്ധിച്ച് വെച്ചതിന് ശേഷം മാത്രം നമ്മളിത് ചെയ്യണം. എന്നിട്ട് നമ്മളിതെല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഉറപ്പായിട്ടും ആവും, എനിക്കും ആയി. അതിനുശേഷം നമ്മൾ താഴത്തെ പോർഷൻ ഇതേപോലെ മൂന്നായിട്ട് മടക്കി ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് നമ്മളത് കൈയും കൂടെ സ്ലീവിൻ്റെ ഭാഗവും കൂടെ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് മാറ്റണം. എന്നിട്ട് നമ്മൾ ഷോൾഡറിൽ നമ്മളുടെ സ്ലീവിനെ അറ്റാച്ച് ചെയ്തും കൂടെ കൊടുക്കണം. എളുപ്പം തന്നെ നമുക്ക് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്ലീവും കൂടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് വരുന്ന പണി എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഡ്രസ്സിൻ്റെ മേളത്തെ ഭാഗത്തിൻ്റെ കൂടെ താഴത്തെ പോർഷൻ അറ്റാച്ച് ചെയ്യുന്നതാണ്. അത് നമ്മൾ പ്ലീറ്റ് എടുത്ത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. കാരണം ബട്ടൺസ് ഒക്കെ വരുന്നതുകൊണ്ട് അപ്പുറത്തെ സൈഡിലെ ഹോളിൽ തന്നെ ഇപ്പുറത്തെ സൈഡിലെ ബട്ടൺസ് കറക്റ്റായിട്ട് വരണം. ആ ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളത് നല്ല വശം ചേർത്തിട്ട് ഇതിൽ കാണുന്നത് പോലെ ഓരോ പ്ലീറ്റ്സ് വേണം, എത്ര റൗണ്ടായിട്ട് എത്ര വരും എന്നുള്ളത് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഓൾറെഡി പിന്നും കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം. ഞാനും അങ്ങനെ നോക്കി തന്നെ ഓരോ പ്ലീറ്റ് ഇത് നമുക്ക് എത്ര നമുക്ക് ഫുള്ള് കവർ ചെയ്യണ്ടേ, നമുക്ക് എത്ര ക്ലോത്ത് ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതോ ഇതേപോലെ ഞാനൊന്ന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പിന്ന് കൊടുത്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, അപ്പർ ബോഡി ഉണ്ടല്ലോ, ആ ബോഡിയും കൈ സ്ലീവും കൂടെ ചേർത്തൊരു ഷേപ്പ് കൊടുക്കണം. നമുക്ക് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് വരച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചതിന് ശേഷം മാത്രം ഈ ചുറ്റുമുള്ള സംഭവം സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പം ഞാനൊന്ന് ഷേപ്പ് കൊടുത്തു. നമ്മൾ സ്ലീവും അപ്പർ ബോഡിക്കും ചേർത്ത് ഇത് സ്റ്റിച്ച് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഓരോ പിന്ന് മാറ്റി നമ്മൾ ആ പ്ലീറ്റും കൂടെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അത്രയും അറ്റാച്ച് ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. എന്നാലും നമുക്ക് പിന്ന് ഉത്തി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ഡ്രസ്സിൻ്റെ ഫൈനലാവും. അത്രയൊന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെയ്യാം എന്തെന്ന് വെച്ചാൽ, അതിൻ്റെ സൈഡിലൊരു ഓപ്പൺ കാണുമല്ലോ, നമ്മൾ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് ചെയ്തതിൻ്റെ ഒരു എൻഡിൽ ഓപ്പൺ ഉണ്ടാവും. ആ ഓപ്പണും കൂടെ നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഡ്രസ്സ് ഇവിടെ റെഡിയായി. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് ഇട്ട് നോക്കിയതിന് ശേഷം എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യണമെങ്കിൽ അതും കൂടെ നമുക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ഫൈനൽ ലുക്കാവും. നമ്മളുടെ ഷർട്ട് ലൂസ് ഡ്രസ്സിൽ നിന്ന് നമുക്ക് പുറത്തിട്ടുകൊണ്ട് പോകുമ്പോൾ പറ്റുന്ന ഒരു അടിപൊളി ഡ്രസ്സായിട്ട് മാറ്റും. ഈ ഫൈനൽ ലുക്ക് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും എനിക്കിതിൽ ഇത്തിരി ഹിപ്പിൻ്റെ അവിടെ കുറച്ചുകൂടെ ടൈറ്റ് ആവണമെങ്കിൽ ആവാമായിരുന്നു. പിന്നെ നമ്മുടെ സ്ലീവ് ഇത്ര ലെങ്ത്ത് നമുക്ക് കഷ്ടിച്ച് കിട്ടാൻ പറ്റുമെങ്കിലേ നമുക്ക് താഴെയും കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. എന്നാൽ പിന്നെ അത്രേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.